ആയിട്ട് നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെർബിയയിലോട്ട് വരാം. പ്രത്യേകിച്ച് ഇവിടെ വിസ വേണ്ട എന്നാണ് നമുക്ക് ഏറ്റവും ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള കാര്യം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻറൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ആക്ച്വലി നിങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ വീഡിയോ കണ്ടു കാണും. ഞങ്ങൾ സെർബിയയിലാണ് ഉള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ 7 ദിവസത്തെ ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒരു ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെ ഇറങ്ങിയതാണ്. ജസ്റ്റ് ഒരു വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് സെർബിയയിലെ വാക്കിംഗ് സൈഡിൽ കൂടെ, റോഡിന് സൈഡിൽ കൂടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ ഞങ്ങൾ നടക്കുന്നത്. സോ ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഏതാണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ സെറ്റപ്പുകളും കാണുന്നത്. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ദിനുവാണ്, അതുപോലെ കണ്ണനുണ്ട് കൂടെ. അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോസ്, സെർബിയയിലുള്ള പുതിയ വീഡിയോസ് നിറയെ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ സെർബിയയിലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരും ദിവസങ്ങൾ വരുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ചെറിയ കുറച്ച് അപ്ഡേറ്റ്സുകൾ തരാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങളുടെ PCR ടെസ്റ്റൊക്കെ ഇന്ന് കഴിഞ്ഞു. ആക്ച്വലി PCR ടെസ്റ്റ് കഴിഞ്ഞ് ഈവനിങ്ങോടുകൂടി ഞങ്ങളുടെ റിസൾട്ട് വന്നു. എല്ലാവരും നെഗറ്റീവാണ്. സോ നാളെ മുതൽ ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാം. അതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇപ്പോഴത്തെ ഇവിടുത്തെ സെർബിയയിലെ ലോ അനുസരിച്ച് നമ്മൾ വിദേശികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 7 days ക്വാറന്റൈനാണ്. 7 daysന് ശേഷം നമുക്കൊരു PCR ടെസ്റ്റ് എടുക്കും. PCR ടെസ്റ്റ് എടുത്ത് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകാനുള്ള ഓപ്ഷൻ അവർ തരുന്നുണ്ട്. സോ ഇപ്പം വിദേശികളായുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് ടൂറിസ്റ്റായിട്ട് വരുന്നതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് മാസ്ക് വയ്ക്കുന്നത് കമ്പൽസറി ഒന്നുമല്ല, മാസ്ക് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. പിന്നെ മാളുകൾക്കകത്തൊക്കെ എല്ലാവരും തന്നെ മാസ്ക് വയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ബസ്സുകൾക്കുള്ളിലും എല്ലാവരും മാസ്ക് വയ്ക്കുന്നുണ്ട്, കാരണം അത് ക്ലോസ് ആയിട്ടൊരു സർക്യൂട്ടാണ്. അതുകൊണ്ട് എല്ലാവരും മാസ്ക് വയ്ക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ മൊത്തത്തിൽ ഫ്രീ ആണ്. അങ്ങനെ കോവിഡിൻ്റേതായ ഒരു റെസ്ട്രിക്ഷൻസും ഇവിടെ ഇല്ല. നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ജസ്റ്റ് 7 ദിവസം ഇവിടെ വന്ന് ഇപ്പോൾ താമസിക്കുന്നു. ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ആ റെസ്ട്രിക്ഷൻ എല്ലാം മാറും. സോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സെർബിയ നല്ല സേഫാണ്. ഇതിൽ കേസസ് ഒരു 200 കേസസ് ഉള്ളൂ പെർ ഡേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ ടൂറിസ്റ്റായിട്ട് നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്ന യൂറോപ്പിലെ ഏക ഒരു സ്ഥലമാണ്. ടൂറിസ്റ്റായിട്ട് നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെർബിയയിലോട്ട് വരാം. പ്രത്യേകിച്ച് ഇവിടെ വിസ വേണ്ട എന്നാണ് നമുക്ക് ഏറ്റവും ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് വിസ ഇല്ലാതെ തന്നെ സെർബിയയിൽ വന്ന് നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോരാം. ഏകദേശം നമ്മുടെ ഇന്ത്യയിലെ ചിലവുകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നമ്മുടെ ഹോട്ടലായാലും ഫുഡായാലും അക്കോമഡേഷൻ ആയാലും എല്ലാം ആകെ ഫ്ലൈറ്റ് ചാർജ് മാത്രമേ കുറച്ച് ഹയസ്റ്റ് ആയിട്ട് കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഇന്ത്യയിലെ ചാർജസ് ആണ്. സോ ഒരു യൂറോപ്യൻ ട്രിപ്പ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സെർബിയ ഒന്നൊന്ന് കണ്ടു പോകാനുള്ളതുകൊണ്ട്. പിന്നെ ഇവിടുത്തെ സെർബിയ പുരാതനമായ ഒത്തിരി കാഴ്ചകളുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾ എന്തായാലും പോയിട്ടില്ല. വരുന്ന ഞങ്ങളുടെ വീഡിയോയിൽ സെർബിയയുടെ ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ഞങ്ങളുടെ ചാനലിൽ കൂടെ. സോ താങ്ക് യു.